പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാളിനൊരുക്കമായി ശാലോം ടെലിവിഷനിലൂടെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന യേശുവിൻ്റെ രാജത്വത്തെ ധ്യാനിക്കുന്ന ഈ സുവിശേഷ സമയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്താവും രാജാവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ രണ്ടാമത്തെ ദിവസം യേശുവിൻ്റെ രാജത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ചില തലങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യ ദിവസം ഓർമ്മിപ്പിച്ചത് ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം. യേശു ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. എല്ലാ രാജാക്കന്മാരെയും തകർത്ത് ഭൂമിയിൽ മുഴുവൻ വളർന്ന് നിറഞ്ഞു നിൽക്കുന്ന രാജത്വമാണ് അവിടുത്തെ രാജത്വം. യേശുവിനെ രാജാവായി നാം ഏറ്റുപറയുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കടന്നു വരികയും എല്ലാ മേഖലയിലും അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും, നിർവഹിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വചനവും രാജാവുമായി ഈശോയെ ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മേ മാതാവേ, യേശുവിൻ്റെ രാജത്വത്തെ ആഴമായി ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ അമ്മയുടെ ശക്തമായ മധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങൾ യാചിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ബൈബിളും നോട്ട്ബുക്കും പേനയുമായി പ്രാർത്ഥനാപൂർവം നിങ്ങൾ മുഴുവൻ സമയവും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. നമ്മൾ ദൈവവചനം പഠിക്കുകയാണ്. വചനത്തെ ഗൗരവമായി ശ്രദ്ധിക്കുമ്പോൾ വചനത്തിലൂടെ ആഴമായ വെളിപ്പെടുത്തലുകൾ ഈശോ നമുക്ക് തരും. അതുകൊണ്ട് ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് വരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം അത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് യെശയ്യാ പ്രവചനത്തിൽ യേശുവിൻ്റെ രാജത്വത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവചനം യെശയ്യാ നടത്തുന്നത് വായിക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 9-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഐസയ്യാ ചാപ്റ്റർ 9. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാനക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. ഇത് പുതിയ നിയമത്തിൽ അപ്പസ്തോലനായ മത്തായി എടുത്ത് പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നൊരു വചനമാണിത്. അതുകൊണ്ട് അത് നമുക്ക് വായിക്കാം. ഇപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുക. കർത്താവ് പറയുകയാണ്, എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ടും മർദ്ദകൻ്റെ വടിയും മിദിയാൻ്റെ നാളുകളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും. 6-ാമത്തെ വാക്യം, യെശയ്യാ 9:6. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. മനോഹരമാണ്, മനോഹരം. കർത്താവായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഈശോ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ എന്ന ആ ജ്ഞാന ദൃഷ്ടിയുള്ള പ്രവാചകൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വെളിപ്പെടുത്തുന്ന ശക്തമായ ഒരു വെളിപ്പെടുത്തലാണിത്. ഭാവിയിൽ സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും അന്ധകാരം നീങ്ങിപ്പോകും.
നമുക്കറിയാം ഇത് യേശുവിനെക്കുറിച്ച് പറയപ്പെട്ട പ്രവചനമാണ് എന്ന് അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ ഈ വാചകം മത്തായി ശ്ലീഹ എടുത്ത് കോട്ട് ചെയ്യുന്നത്. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ, മത്തായി 4:12, മാത്യു 4:12, യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാന്റെ മറുകരയിൽ, സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൻ്റെ 9-ാം അധ്യായം 6-ാം തിരുവചനം എന്തെന്നാൽ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യേശു രാജാവാണ്, നിത്യനായ ദൈവമാണ്, സമാധാനത്തിൻ്റെ രാജാവാണ്, വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്, പിതാവിൻ്റെ ഏകപുത്രനാണ്. ആ യേശുവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. മനുഷ്യന് വല്ലാത്തൊരു ഒറ്റപ്പെടലുള്ളത് കൊണ്ടാണ് മനുഷ്യൻ അന്യഗ്രഹത്തിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്നത് എന്ന് ഒരാൾ എഴുതിയത് വായിക്കാനിടയായി. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠനം നടത്തുന്നത്, അല്ലെ അന്യഗ്രഹങ്ങളിൽ ജീവൻ്റെ സ്പന്ദനം തുടിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലും മനുഷ്യൻ അനുഭവിക്കുന്ന ഈ അന്യതാബോധത്തിൻ്റെയും ഏകാന്തതയുടെയും ഒരു നിലവിളിയിൽ നിന്നാണ് എന്ന മനഃശാസ്ത്രപരമായ വായനകളുണ്ട്. എന്തു ആവട്ടെ, വല്ലാത്തൊരു ഒറ്റപ്പെടൽ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നമുക്കൊരു രാജാവുണ്ട്. ഇതാ നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ഒരാശയമല്ല. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദുഃഖത്തിൻ്റെ സന്ദർഭത്തിൽ സത്യസന്ധമായി ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഭാഷയോ നിറമോ വ്യത്യാസങ്ങളൊന്നും കൂടാതെ, ഒരു പരിഗണനയുമില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സഹായതയുടെ പടുകുഴിയിൽ, ഒരു 0 പോയിന്റിൽ, ഒരു ലോസ്റ്റ് മൊമെൻറ്റിൽ യേശുവേ എന്ന് വിളിച്ചാൽ, ജീസസ് കം ടു മൈ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ, അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരാൻ നമുക്ക് ഒരു ദൈവം ഉണ്ട്. നമുക്കൊരു ദൈവം നൽകപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തീയ ആത്മീയ ബോധത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമുക്കിടയിലൂടെ നടന്നുപോയി, നമ്മുടെ ഭാരങ്ങൾ ചുമന്നു, നമുക്ക് വേണ്ടി മരിച്ചു. വ്യക്തിയും വ്യക്തിത്വവും വ്യത്യാസമുണ്ട്. പേഴ്സണും പേഴ്സണാലിറ്റിയും രണ്ടാണ്. എബ്രഹാം ലിങ്കൺ ഒരു വ്യക്തിത്വമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു വ്യക്തിത്വമാണ്. മഹാത്മാഗാന്ധി ഒരു വ്യക്തിത്വമാണ്. അബ്ദുൽ കലാം ഒരു വ്യക്തിത്വമാണ്. പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത, അവർ ഒരു കാലത്ത് ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ഇപ്പോൾ നമ്മുടെ കയ്യിലും നമ്മുടെ മനസ്സിലും ഒരു പിടി ഓർമ്മകൾ അവശേഷിപ്പിച്ച് അവർ കടന്നുപോയി. വ്യക്തികളെക്കുറിച്ച്, വ്യക്തിത്വങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. യു ക്യാൻ ടോക്ക് അബൌട്ട് എ പേഴ്സണാലിറ്റി, ബട്ട് യു ക്യാൻ നെവർ ടോക്ക് ടു എ പേഴ്സണാലിറ്റി. എബ്രഹാം ലിങ്കനോട് 2023 നവംബർ മാസം 18-ാം തീയതി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. മഹാത്മാഗാന്ധിയോട് 2023 നവംബർ 18-ന് എനിക്ക് മിണ്ടാൻ പറ്റില്ല. ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് 2023 എനിക്ക് സംസാരിക്കാം. ആൽബർട്ട് ഐൻസ്റ്റൈനോട് എനിക്ക് 2023 സംസാരിക്കാൻ പറ്റില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ, മഹാത്മാഗാന്ധി, അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൺ ഒരു വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റി. എന്നാൽ യേശു ഒരു വ്യക്തിത്വമല്ല, ഒരു വ്യക്തിയാണ്. എബ്രഹാം ലിങ്കണെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, എന്നാൽ നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കാം.
നിങ്ങൾക്ക് എബ്രഹാം ലിങ്കണെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂ, എന്നാൽ നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കാം. യു ക്യാൻ ടോക്ക് അബൌട്ട് മഹാത്മാഗാന്ധി, ബട്ട് യു ക്യാൻ ടോക്ക് ടു ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കാം. യേശു നിങ്ങളോട് സംസാരിക്കും. എബ്രഹാം ലിങ്കൺ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല. അയാളുടെ എഴുത്തുകളിലൂടെയോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയോ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആസ് എ ലിവിങ് ഹ്യൂമൻ പേഴ്സൺ എബ്രഹാം ലിങ്കൺ ക്യാൻ നെവർ ടോക്ക് ടു മീ റൈറ്റ് നൗ. ബട്ട് ജീസസ് ആസ് എ ലിവിങ് ഹ്യൂമൻ ബീങ്, എ ലിവിങ് ഗോഡ് ക്യാൻ ടോക്ക് ടു മീ റൈറ്റ് നൗ വെൻ ഐ ആം ടോക്കിംഗ് ടു യു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എബ്രഹാം ലിങ്കണ് എന്നോട് സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ യേശുവിന് എന്നോടും എനിക്ക് യേശുവിനോടും സംസാരിക്കാൻ പറ്റും. ഐ ക്യാൻ ടോക്ക് ടു ജീസസ് ആൻഡ് ജീസസ് ക്യാൻ ടോക്ക് ടു മീ. യേശു ഒരു വ്യക്തിയാണ്. ജീസസ് ഈസ് എ പേഴ്സൺ. മഹാത്മാഗാന്ധി ഈസ് എ പേഴ്സണാലിറ്റി. നമുക്കും യേശുവിനുമിടയിൽ 20 നൂറ്റാണ്ടിൻ്റെ അകലങ്ങളില്ല. നമുക്കും യേശുവിനുമിടയിൽ ഒരു സെക്കൻഡിൻ്റെ അകലം പോലുമില്ല. നമുക്കൊരു ദൈവം നൽകപ്പെട്ടിരിക്കുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമമാണ്. വിവിധ മതബോധങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ സത്യാന്വേഷണത്തിൻ്റെ അന്തർധാരകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. സത്യമന്വേഷിച്ചു പോയ മനുഷ്യൻ സത്യത്തെ തേടി പുറപ്പെട്ട യാത്രയുടെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും അടങ്ങുന്നതാണ് മതഗ്രന്ഥങ്ങൾ. ആ മതഗ്രന്ഥങ്ങളുടെ ആധിക്യത്തിനും ബാഹുല്യത്തിനും നടുവിൽ ബൈബിൾ എന്ന വേറിട്ടൊരു പുസ്തകം മനുഷ്യൻ്റെ മനസാക്ഷിയെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് മനുഷ്യൻ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് പോയ ആ ആത്മീയ യാത്രയുടെ ആ അടരുകളുടെ ഇടയിൽ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി വന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ തേടി പോവുകയല്ല, ദൈവം നിങ്ങളെ തേടി വരികയാണ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് പോവുകയല്ല, ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരികയാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒരു യാത്ര പോവുകയല്ല, സ്വർഗം നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം തിരുവചനം എന്തെന്നാൽ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, യു ആർ ഗിവൺ എ ചൈൽഡ്. നമുക്കൊരു ശിശുവിനെ നൽകിയിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. യു ആർ ഗിവൺ എ സൺ. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ആധിപത്യം അവൻ്റെ ചുമലിലാണ്. ആധിപത്യം, ഭരണം, റെയിൻ, ഭരണം അവൻ്റെ ചുമലിലാണ്. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യേശു രാജാവാണ്. അവൻ ഹൃദയങ്ങളുടെ രാജകുമാരനാണ്. മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജീസസ് മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. ഞങ്ങൾക്ക് ജീസസ് എൻകൗണ്ടർ എന്നൊരു ശുശ്രൂഷയുണ്ട്. യുവതി യുവാക്കന്മാരായ അനേകം ആളുകൾ ഈ എല്ലാ ഞായറാഴ്ചയും രാത്രിയിൽ 9 മണിക്ക് സൂമിൽ ഒരുമിച്ച് കൂടി യൂട്യൂബിലും സൂമിലുമായി നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ജീസസ് എൻകൗണ്ടർ. ഈ ചെറുപ്പക്കാരോടൊരിക്കൽ ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു: യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. 100 കണക്കിന് അനുഭവ സാക്ഷ്യങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ലാതിരുന്ന, പ്രാർത്ഥിക്കുമ്പോൾ യേശു ഒബ്ജക്റ്റീവായ ഒരു റിയാലിറ്റിയായി അപ്പുറത്തെ സൈഡിൽ മാത്രം നിന്നിരുന്ന, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ മാത്രം യേശുവിനെ തേടിപ്പോയിരുന്ന, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സാന്നിധ്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കെട്ടുകഥയോ ആശയമോ ആയി മനസ്സിലാക്കിയിരുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ ഈ മനോഹരമായ ചെറിയ പ്രാർത്ഥനയിലൂടെ ജീവിക്കുന്ന യേശുവിൻ്റെ, ഒരു വ്യക്തിയായ യേശുവിൻ്റെ, ഒരു പേഴ്സണായ യേശുവിൻ്റെ ജീവിക്കുന്ന പ്രസൻസിനെ അനുഭവിക്കാനിടയായി എന്ന് വെളിപ്പെടുത്തിയ 100 കണക്കിന് ജീവിത ചിത്രങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. മനോഹരമാണ് ഈ പ്രാർത്ഥന: യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജീസസ് മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. അപ്പോൾ യേശു രാജാവാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ഈ ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനികൾ വന്ന് അന്വേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം മത്തായി 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 2. മത്തായി 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു: ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ
പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കവൻ്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെയാണ് യഹൂദന്മാരുടെ ലോകത്തിൻ്റെ രാജാവായി ജനിച്ചവൻ? അപ്പോൾ യേശുവിനെ ഈ ലോകത്തിലേക്ക് തരുന്നതിന് മുമ്പ് തന്നെ യേശു വന്നു കഴിയുമ്പോൾ തന്നെ യേശു രാജാവാണ് എന്ന സത്യം ബൈബിൾ ഇദം പ്രഥമായി ആരംഭത്തിലും അവസാനത്തിലും ഉടനീളം വെളിപ്പെടുത്തുന്നുണ്ട്. യേശു രാജാവാണ് എന്ന സത്യം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ കന്യകാമാതാവിന് ഗബ്രിയേൽ മാലാഖ വെളിപ്പെടുത്തൽ കൊടുക്കുമ്പോൾ നമുക്കൊരു വചനം വായിക്കാം. ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 28 മുതലുള്ള വാക്യങ്ങൾ. ലൂക്ക് 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്ത വാക്യം എങ്ങനെയാണ്? അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യേശു ജനിക്കുന്നതിനെക്കുറിച്ചുള്ള മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖയുടെ അധരങ്ങൾ വഴി പരിശുദ്ധ കന്യകാമാതാവിൻ്റെ കാതുകളിലേക്ക് ചൊരിയപ്പെടുന്ന രക്ഷാകര സന്ദർഭത്തിൻ്റെ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ്റെ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ ഭരിക്കും. ഹീ വിൽ റൂൾ ഓവർ ദ ഫാമിലി ഓഫ് ജേക്കബ്. ഹീ വിൽ റൂൾ ഓവർ. അവൻ ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. എന്നേക്കും അവിടുന്ന് രാജാവാണ്. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. ചതി പറയാം ഹല്ലേലൂയ. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ 36-ാമത്തെ തിരുവചനം. യോഹന്നാൻ 18:36, 35 മുതൽ ഞാൻ വായിക്കുകയാണ്. ജോൺ 18:35. പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ ഉത്തരം പറയുന്നതിന് യോഹന്നാൻ 18:33 ഒരു വചനമുണ്ട്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഈ ലോകത്തിലെ ഒരു രാജ്യത്തെയോ രാജാവിനെ പോലെയോ അല്ല. എൻ്റെ രാജകീയത്വം, എൻ്റെ രാജ്യത്വം, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ യുദ്ധം ചെയ്യുമായിരുന്നു, പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു രാജ്യം പോലെയല്ല. ഈ ലോകത്തിലല്ലെന്നല്ല, ഈ ലോകത്തിലെ ഒരു രാജ്യമോ രാജ്യത്തിൻ്റെ വ്യവസ്ഥകളോ പോലെ അല്ല യേശുവിൻ്റെ രാജ്യം. എഫേസോസ് ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-21 വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ക്രിസ്തുവിനെ, എഫേഷ്യൻസ് 1:20, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. എന്ന് പറഞ്ഞാൽ യേശു എല്ലാറ്റിനും എല്ലാവർക്കും മീതെയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങളുടെ കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ
അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ വചനം വെളിപ്പെടുത്തുന്നത് യേശു എല്ലാ രാജ്യങ്ങൾക്കും മീതെയാണ് യേശുവിൻ്റെ രാജ്യത്വം. ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ ആ ബൗണ്ടറിക്കകത്ത്, ഭൂമിശാസ്ത്രപരമായ ഒരു പരിധിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല യേശുവിൻ്റെ രാജ്യത്വം, യേശുവിൻ്റെ അധികാരം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരെ യേശു അയക്കുന്ന സമയത്ത് അപ്പസ്തോലന്മാരോട് ഈശോ പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല യേശുവിൻ്റെ അധികാരം. ഈശോ പറയുന്നത് നിങ്ങൾ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഓർമ്മയും ഒരു വിശ്വാസവും വേണം. അതിങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 18 വാക്യം, മാത്യു 28:18, മത്തായി 28:18, കർത്താവിൻ്റെ വചനം പറയുകയാണ്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാ അധികാരവുമുള്ള ഒരാളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. എല്ലാ അധികാരവുമുള്ള. എന്നോട് കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോടൊരാൾ പറഞ്ഞു, ഒരു വ്യക്തി വളരെ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നത്തിൽ ഒരു മൂർഖൻ പാമ്പ്, ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ടോയ്ലറ്റിൻ്റെ അടുത്ത് വെച്ച് ഒരു മൂർഖൻ പാമ്പ് എന്നെ കൊത്തുന്നു. സ്വപ്നമാണ്, എന്നെ കൊത്തുന്നു. അപ്പോൾ ഞാൻ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ആരോ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് ഞാൻ മരിക്കുന്നു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. എന്നെ ഒരു മൂർഖൻ പാമ്പ് കൊത്തി ഞാൻ മരിക്കുന്നു. ഈ സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം ഒരു പ്രാർത്ഥിക്കുന്ന ആൾ ഈ വ്യക്തിയോട് പറഞ്ഞു, ഒരു വലിയ സഹനം നിങ്ങൾക്ക് വരാൻ പോകുന്നു, നിങ്ങളതിനെ അതിജീവിക്കുക പ്രയാസമായിരിക്കും. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, അതിനെ അതിജീവിക്കാൻ പാടായിരിക്കും. അപ്പോൾ എന്നോട് ആ ദിവസം തന്നെ ഒരാൾ വന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞാനിങ്ങനെ ഇപ്പോൾ 2 കാര്യങ്ങളാണ് എന്നെ ഭാരപ്പെടുത്തുന്നത്. ഒന്ന്, ഞാൻ കണ്ട സ്വപ്നത്തിൽ ഞാനൊരു മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുന്നു. രണ്ടാമത്തേത്, ഞാനിതൊന്നും ആരോടും പറയാതിരിക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്നോട് പറയുകയാണ്, വലിയൊരു സഹനം വരാൻ പോകുന്നു, അതിനെ അതിജീവിക്കാൻ പ്രയാസമായിരിക്കും. ഞാൻ വല്ലാത്തൊരു ഭയത്തിലാണ്, ഞാൻ വല്ലാത്തൊരു ആകുലതയിലാണ്, എനിക്ക് സമാധാനമില്ല. ഞാൻ ഈ കർത്താവെ അങ്ങ് സംസാരിക്കണമേ എന്ന് ഹൃദയത്തിൽ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തന്ന ബോധ്യം ഇതാണ്, നീ കണ്ട സ്വപ്നത്തിലെ മൂർഖൻ പാമ്പിനെക്കാളും ഈ സഹനത്തെ നീ അതിജീവിക്കില്ല എന്ന് പറഞ്ഞ പ്രാർത്ഥനക്കാരനെക്കാളും വലുതാണ് യേശുവിന് നിൻ്റെ മേലുള്ള അധികാരം. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നീ സ്വപ്നത്തിൽ കണ്ട മൂർഖൻ പാമ്പിനെക്കാളും നീ ഈ സഹനത്തെ അതിജീവിക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യനെക്കാളും വലിയവനാണ് യേശു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഈ സഹനത്തെ അതിജീവിക്കും, അല്ലെങ്കിൽ ഈ സഹനം നിനക്ക് ഉണ്ടാവുകയില്ല. എന്നാൽ ഈ വ്യക്തി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ പിറ്റേ ദിവസം ഇയാൾക്ക് ഒരു സഹനം ഉണ്ടായി. ലോക മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ തികച്ചും അപമാനകരമായ ഒരു കാര്യം. പുറംലോകത്ത് ഇയാൾ അപമാനിക്കപ്പെട്ടില്ലെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇയാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥനക്കാരൻ പറഞ്ഞതുപോലെ സഹനമുണ്ടായി. സ്വപ്നത്തിൽ കണ്ടതുപോലെ മൂർഖൻ പാമ്പ് കൊത്തുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അന്ന് വൈകുന്നേരം 6 മണിക്ക് മുൻപ് രാജാധിരാജാവും കർത്താധികർത്താവും നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമായ യേശു തൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ ഈ വ്യക്തിയെ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് വലിയ ഭയാനകമായ ഒരു അവസ്ഥയിലെത്തിപ്പെടാമായിരുന്ന ആ ദുരിതത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതാണ് ഈശോ പറഞ്ഞത്, അവൻ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ബന്ധനമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പിശാചിൻ്റെ പ്രവർത്തനമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടപഴകുന്ന ചില വ്യക്തിയിൽ ചില പൈശാചിക സ്വാധീനമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ്. യേശുവിന് അധികാരമില്ലാത്ത ഒരു സ്ഥലവും ഈ ഭൂമിയിലില്ല. യേശുവിന് അധികാരമില്ലാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല.
യേശുവിന് അധികാരമില്ലാത്ത ഒരു സംവിധാനവും ഈ ഭൂമിയിലില്ല. അവിടുന്ന് എല്ലാറ്റിൻ്റെയും മീതെ അത്യുന്നതനായ നാഥന്മാരുടെ നാഥനായ രാജാക്കന്മാരുടെ രാജാവായ ദൈവമാണ്. അവിടുന്ന് രാജാവാണ്. സിറോ മലബാർ കുർബാനയിൽ മനോഹരമായിട്ട് നമ്മൾ പാടുന്നില്ലേ, കർത്താവേ മമ രാജാവേ, കർത്താവേ മമ രാജാവേ. അതുപോലെ തന്നെ മലങ്കര കുർബാനയിലുമുണ്ട് സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും എന്ന് പറഞ്ഞ് ഈ പ്രാരംഭത്തിൽ ആ കുർബാന അങ്ങോട്ട് തുടങ്ങി പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ സ്വഭാവപ്രകാരം മരണം വചനവും രാജാവുമായ ദൈവമേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, വചനവും രാജാവുമായവനെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. വചനവും രാജാവും വചനവും രാജാവും രാജാവേ. ഇതാണ് സിറോ മലബാർ കുർബാനയിലെ സർവാധിപനാം കർത്താവേ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ, രാജാവ്. രാജാവേ നിൻ സന്നിധിയിൽ അഖിലചരാചര കർത്താവാം ദൈവത്തിന് സ്തുതി അർപ്പിക്കും. രാജാവേ നിൻ രാജാവ്, രാജാവ്, കിങ്. ഈസ് ദ എംപറർ, ഈസ് ദ റൂളർ. God is in his throne and everything is well with the world. God is on his throne and everything is well with the world. ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. ഏത് പ്രതിസന്ധിയിലും ഈ ലോകത്തിൻ്റെയും മറുലോകത്തിൻ്റെയും സർവ്വലോകത്തിൻ്റെയും രാജാവായ യേശു നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ രാജത്വം, ഇത് ഞാൻ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഒരു പഴയ നിയമ പ്രവചനം ഇന്നലെ വായിച്ചിരുന്നു. എന്നാൽ നമ്മൾ അതിനുശേഷം ദാനിയേലിൽ മനോഹരമായ മറ്റൊരു ചിത്രമുണ്ട്. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം തിരുവചനത്തിലാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം തിരുവചനം ഇങ്ങനെയാണ്. അത് മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ഒരു ദർശനമാണിത്, മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ദർശനം. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഞാനത് വായിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ ഡാനിയേൽ 7:9, 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനനായവൻ ഉപവിഷ്ടനായി. അത് പിതാവായ ദൈവമാണ്. പുരാതനനായവൻ പിതാവായ ദൈവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ 13-ാമത്തെ വാക്യം, വേഴ്സ് 13, നിശാദർശനത്തിൽ, രാത്രിയിലുള്ള ഈ ദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. വാനമേഘങ്ങളിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. അടുത്ത വാക്യം, എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. നിങ്ങൾ നോക്കുക, ഇത് പഴയ നിയമത്തിലെ ഒരു ഗ്രന്ഥമാണ്. ഈശോയുടെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരാൻ പോകുന്ന ഈ രാജാവിനെ കുറിച്ച് ദാനിയേലിന് ദൈവം ദർശനം കൊടുക്കുകയാണ്. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. അവൻ്റെ രാജത്വം, ഹിസ് കിങ്ഷിപ്പ് ഈസ് ഇറ്റേണൽ. ഹിസ് കിങ്ഷിപ്പ് ഈസ് ഇറ്റേണൽ. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കർത്താവേ മമ രാജാവേ, രാജാധിരാജനായ കർത്താധി കർത്താവായ എൻ്റെ യേശുവേ. അപ്പോൾ ഇതാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിലും ഇത് കാണുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം എങ്ങനെയാണ്? ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. ചില വചനങ്ങൾ കൂടി നമുക്കത് വായിക്കാം. ഈ ക്രിസ്തുവിൻ്റെ രാജത്വത്തെ സംബന്ധിക്കുന്ന കുറച്ച് വചനങ്ങൾ ഒരുപാടുണ്ട്, 100 കണക്കിന് വചനങ്ങളുണ്ട്. എല്ലാം എടുക്കുക പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞാൻ ചില വചനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് വായിക്കുകയാണ്. തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ
1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 തിമോത്തി അല്ലെങ്കിൽ 13 മുതൽ വായിക്കാം. 1 തിമോത്തി ചാപ്റ്റർ 6:13. എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യോന്യമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടുത്തേക്കുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം അന്യോന്യമായും നിഷ്കളങ്കമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. പറയാം ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. വെളിപാട് 1:5-6. വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തു. വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനവും കൃപയും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി നമ്മളെ മാറ്റുകയും ചെയ്തവന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ യേശു രാജാവാണ് എന്ന് ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പ്രായോഗികമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇടയ്ക്ക് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയൊരു ആശ്വാസവും പ്രചോദനവും ശക്തിയും തരേണ്ട ചിന്തയാണ്. ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കാൻ ഒരു ഭരണാധികാരിയായ യേശു നമ്മുടെ കൂടെ ഉണ്ട്. അവനാണ് ഭരിക്കുന്നത്, അവനാണ് രാജാവ്. ആ രാജാവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രചോദനം തന്നെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് യേശുവിനെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു മുറിയിൽ കയറി കതകടച്ച് മുട്ടുകുത്തി യേശുവിനോട്, കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ, എൻ്റെ സ്നേഹരാജാവേ, കർത്താവേ, മമ രാജാവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് നീ ഇന്ന് പറഞ്ഞാൽ, ഇന്നു മുതൽ നിൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ടതായി മാറും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ഈ ആരാധനയിൽ യേശുവിനെ രാജാവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു സമർപ്പണത്തിന് നമുക്ക് തയ്യാറാവുകയും ചെയ്യാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏഴുവിളക്കിൻ നടുവിൽ
മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യം അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു കർത്താവേ ആരാധന മഹത്വം 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 ഹല്ലേലൂയ 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 കരങ്ങളടിച്ച് കരങ്ങളടിച്ച് നിത്യപിതാവേ ആരാധന, നിത്യ സത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യ സത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങയ്ക്ക് ആരാധന, 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 ആരാധന അങ്ങയ്ക്ക് ആരാധന. യേശുവേ ഉച്ചത്തെ വിളിക്കുന്ന ഈശോയെ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ
ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ടു ആരാധിച്ചിടും. സേറാവുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴയും കെട്ടുകളറിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഈശോയേ, 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 സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയേ, ആരാധന, ആരാധന, ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ. ഈശോയേ, ഈശോയേ, ഈശോയേ. വെളിപാട് പുസ്തകം 17-ാം അധ്യായം 14-ാം തിരുവചനം. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. വെളിപാട് പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു: സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർവവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട്? അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, എല്ലാ ജനതകളും അങ്ങയെ ആരാധിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, എല്ലാ ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, എല്ലാ ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. കർത്താവ് ഈ സമയത്ത് അങ്ങയുടെ രാജത്വത്തെ ഏറ്റുപറയാനായി
കർത്താവെ, അങ്ങ് ദൈവമാണ്, രാജാവാണ്, കർത്താവാണ്. അങ്ങയുടെ മഹത്വം ഏറ്റുപറയാനായി എല്ലാ ഹൃദയങ്ങളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ഒരുക്കപ്പെടണമേ കർത്താവെ. യേശുവിനെ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന വിധത്തിൽ കർത്താവെ, ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന അന്ധകാരങ്ങളെ എടുത്തു മാറ്റണമേ. സുവിശേഷത്തിൻ്റെ നിഗൂഢമായ പ്രകാശം ദൃശ്യമല്ലാത്ത വിധത്തിൽ ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയ മനസ്സുകളെ തുറക്കണമേ. യേശോയെ, അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം, അങ്ങ് മാത്രമാണ് ആരാധ്യനായ ദൈവം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ അങ്ങയുടെ നാമമല്ലാതെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. ഈശോയെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, മിഖായേൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നു, നമ്മുടെ ദൈവത്തെ പോലെ ആരുണ്ട്? നമ്മുടെ ദൈവത്തെ പോലെ ആരുണ്ട്? കർത്താവേ, നമ്മുടെ ദൈവത്തെ പോലെ ആരുണ്ട്? ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ചേർന്ന് പാടാം, ഉച്ചത്തിൽ പാടാം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തുറന്ന് ഉച്ചത്തിൽ പാടാം, എല്ലാവരും പാടിക്കേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. പാടാം. രാജാക്കന്മാരുടെ രാജാവേ, രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ഈശോയെ, വേദനിക്കുന്നവരും ഭാരപ്പെടുന്നവരുമായി ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ സമർപ്പിക്കുന്നു. കുരിശിന്റെ ചുവട്ടിലേക്ക് അവരെ നിർത്തുന്നു. കർത്താവെ, കുരിശിൽ ഒഴുകി ഇറങ്ങിയ തിരുരക്തത്തുള്ളികളാൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ദൈവമേ എല്ലാ മക്കളുടെ മേലും വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവമാണ്, രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ മദ്യപാനത്തിലോ മയക്കുമരുന്നിൻ്റെ അടിമത്തങ്ങളിലോ ദൈവമേ, ഈ ദിവസം ഏതെങ്കിലും തിന്മകളിലോ ദൈവമേ, കൊലപാതകങ്ങളിലോ ആത്മഹത്യയിലോ അപകടങ്ങളിലോ ഒക്കെ നിബന്ധിക്കാവുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ദേശദേശാന്തരങ്ങളിലേക്ക് അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും ഒഴുകി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളെ വീണ്ടെടുക്കണമേ കർത്താവെ, ദേശങ്ങളെ വീണ്ടെടുക്കണമേ, ഭൂഖണ്ഡങ്ങളെ വീണ്ടെടുക്കണമേ കർത്താവെ. എല്ലാ ഹൃദയവും യേശുവിനെ രക്ഷകനായി ഏറ്റുപറയാൻ ഇടയാകണമേ. എല്ലാ ഹൃദയവും യേശുവിനെ ഏറ്റുപറയാൻ ഇടയാകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാരോഗങ്ങൾ, തീരാവ്യാധികൾ, കടഭാരങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ദാരിദ്ര്യം, കടക്കണികൾ, അസമാധാനം, അസ്വസ്ഥതകൾ, മാറാവ്യാധികൾ, ആശുപത്രി എഴുതിത്തള്ളിയ രോഗപീഠകൾ യേശുവേ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണമേ. കുടുംബങ്ങളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് കർത്താവേ ഇപ്പോൾ അങ്ങയുടെ ശക്തി വ്യാപരിക്കണമേ. ദൈവമേ, അടിമത്തങ്ങളെ എല്ലാം തകർത്ത് കളയണമേ. ചങ്ങലകളെ പൊട്ടിച്ചെറിയണമേ കർത്താവേ. അന്ധകാരങ്ങൾ, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, പൈശാചിക സ്വാധീനങ്ങൾ, തിന്മയുടെ ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ എടുത്തു മാറ്റണമേ. ദേശത്തിന്റെ മേൽ അങ്ങയുടെ ശക്തമായ കര നീട്ടണമേ. ദൈവമേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജനത്തിന്റെ മേൽ വലിയ വിമോചനം അയക്കണമേ. ഇപ്പോൾ അങ്ങയുടെ ആത്മാവ് ഈ ജനത്തെ ഏറ്റെടുക്കണമേ കർത്താവേ. ശക്തി അയക്കണമേ, അയക്കണമേ. ഉറക്കെ വിളിക്കുന്ന ഈശോയേ,
നാവും പാടും. യേശു മാത്രമാണ് ദൈവം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും. യേശു മാത്രമാണ് ദൈവം. സ്തുതിക്കട്ടെ. ആരാധന, ആരാധന. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവെന്ന് പാടി ആരാധിക്കാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.